ഹായ് ഫ്രണ്ട്സ്, ടൂറായിട്ട് പോവാം. നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ എല്ലാം നല്ല ഉറങ്ങാം. രാവിലെ എല്ലാം കറങ്ങിയിട്ട് പിന്നെ നൈറ്റായി പിന്നെ ഒരു BTS കാണാൻ വേണ്ടി പോയായിരുന്നു. അവിടെ എല്ലാം സൈൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. നമ്മളെ കഥനായകി പോയിട്ട് ജങ്കുക്കിനെ നോക്കി മനസ്സിലുള്ള ഷൈയാണ്, എതിരുള്ള ഷൈനി ഒന്നും കാട്ടില്ല. ജങ്കുക്ക് ഹീറോയിനെ നോക്കിയിട്ട് ഓക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ജങ്കുക്ക് പോയിക്കോന്ന് പറയായിരുന്നു. വി വി പറയായിരുന്നോ, ആ ശരി ശരി നീ പറയുമ്മ എന്ന് പറയായിരുന്നു. അപ്പോൾ അതെന്താ പറയായിരുന്നു, ആ ശരി എനിക്ക് ഓട്ടോഗ്രാഫ് വേണം, എന്താ ഗിഫ്റ്റ്, ആ ശരി ഓക്കെ ഏത് പറഞ്ഞു അവരെല്ലാം സംസാരിച്ച് പോയായിരുന്നു. നമ്മളെല്ലാം സംസാരിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ സന പറയായിരുന്നു വീടിനോട്, ആ അല്ല സനല്ല ജസ പറയായിരുന്നു, ആ വി കുറച്ച് ഹെയർ സ്റ്റൈൽ നല്ല ലുക്കുണ്ട്, വീക്ക് ക്യൂട്ടായിട്ടുണ്ട്, താങ്ക് യു എന്ന് വി പറയായിരുന്നു. ശരി ഓക്കെ എന്ന് എല്ലാവരും പോയായിരുന്നു. അപ്പം നമ്മളെ ഹീറോ പറയായിരുന്നു, ഹേ നമുക്ക് വീട്ടിൽ പോകണോ, ഇല്ല നമ്മൾ ഉമ്മ കണ്ടുപിടിച്ച് നമ്മൾ ബാക്കി വെക്കല, അവരിപ്പോൾ ട്രിപ്പ് പോയിട്ടുണ്ട് എന്ന് പറയായിരുന്നു. അതെ, അവരെ മമ്മി പറഞ്ഞ ഒരു ട്രിപ്പ് പോയായിരുന്നു, അവർക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. വീട്ടിൽ ബാപ്പ മാത്രമേ ഉള്ളത്. ബാപ്പ പറയായിരുന്നു, എവിടേക്കമ്മ പോയിട്ട് വന്നാ, ഇല്ല ബാപ്പ ഞങ്ങൾ കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് വരുന്നു, ബാപ്പ വരുമ്പോൾ 2 മണിയാണ്, മാത്രം അവിടെ ഇരുന്നിട്ട് കാക്കായിരുന്നു. എവിടേക്കാപ്പാ നീ പോയിട്ട് വന്നാൽ, ഡ്രസ്സെല്ലാം പുതിയത്, ഇല്ല അപ്പോൾ ഞാൻ ഓടി വേഗം വന്നിട്ടുണ്ട്, അഴിയത്ത് ഉറങ്ങിയായിരുന്നു. ഓ ശരിടാ എന്ന് പറഞ്ഞ് അവർ പോയായിരുന്നു. എല്ലാം രാവിലെ ആയത്, എല്ലാം ഷോപ്പിംഗ് ചെയ്യണം. December 7 പേരല്ല നമുക്കിവിടെ കറങ്ങാം എന്ന് പറയുമായിരുന്നു. അങ്ങനെ കേട്ടപ്പെട്ട് അവർ കറങ്ങാൻ തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ജസ പറയായിരുന്നു, എന്തൊരു കഷ്ടവും, ഒരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കില്ലേ. ഞാൻ ഫ്രിഡ്ജിൽ ഐസ്ക്രീം വെച്ച് നോക്കുമ്പോൾ എൻ്റെ അനിയന്മാർ ഫുൾ ഐസ്ക്രീം കാലിയൊക്കെ എൻ്റെ കയ്യിൽ കെട്ട് വിടില്ല, ഞാൻ അവർ മൂക്ക് ശരിയാക്കും എന്ന് പറഞ്ഞ് ഒരു അടി. അവിടെ പാവ ഫ്ലിക്സ്, അയ്യോ എൻ്റെ മൂക്ക് പോയി എന്ന് ഫ്ലെക്സ് പറയായിരുന്നു. ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അയ്യാടെ മൂക്ക് പോയി. ബാങ്ഷൻ ഓടി വന്നു, എന്താടാ പറ്റി, ഇല്ലടാ ഏതൊരു രാക്ഷസി എൻ്റെ മൂക്കിന് ഒടിച്ച് എന്ന് പറയുന്നത്. സോറി സാർ എന്ന് പറഞ്ഞു ഫ്ലെക്സി നോക്കിയിട്ട് ക്യൂട്ടായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഫ്ലെക്സ് ക്യൂട്ടായിട്ട് പറയുന്നല്ലോ, മൂക്കിനത് ഉടച്ചായിരുന്നു. ഫ്ലെക്സ് ഇംഗ്ലീഷിൽ പറയായിരുന്നു, സോറി സാർ എന്ന് പറഞ്ഞ് ചെക്ക് പറന്നു പോകായിരുന്നു. പൂജയൊക്കെ എന്തടി പറ്റി, ഒന്നല്ലടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ അവർ ഒറ്റ പോയായിരുന്നു. കണ്ണു നിന്നെ വിടില്ലടി ചേട്ടി, മൂക്കിന് പഞ്ചറടിക്കല്ലോ, ഇന്ന് വിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഒറ്റ നമ്മളെ ഓടിപ്പോയായിരുന്നു. അപ്പ രക്ഷപ്പെട്ടു. ആരെന്നറിയില്ല, അത് എവിടെ കണ്ടാൽ മതി തൂങ്ങാം. ചാച്ചാ ആരാ എനിക്കൂടെ അറിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ടയർഡായിരുന്നു. എനിക്ക് ജ്യൂസ് വേണോ എന്ന് പറയായിരുന്നു. മോളെ ജ്യൂസ് വേണോ, എന്താ ജ്യൂസ് വേണോ, പോ പൈനാപ്പിളെ ജ്യൂസാക്കും പോ എന്ന് പറയായിരുന്നു. നിനക്കെന്നടി ഇത്ര വാശി, നിന്നെ മാരേജ് കഴിച്ച് കൊടുത്താൽ നീ വീട്ടിൽ എന്ത് പൈനാപ്പിൾ ജ്യൂസാ, ഞാൻ പൈനാപ്പിളിലെ തോട്ടം വെച്ച് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കൂ എന്ന് പറയുന്നത്. അവിടെ ഇപ്പം മുത്തശ്ശി വരായിരുന്നു. അതെൻ്റെ ഉമ്മ വന്നായിരുന്നു. എന്താ മോളെ തോന്നേ, അയാ ഈ കിടത്തി വന്നല്ലോ, ഇന്ന് വെച്ച് ടോർച്ച് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് അങ്ങോട്ട് വാ, എന്തിനാ ഇംഗ്ലീഷിലെ ഗ്രാൻഡ് പറയാ, മലയാളത്തിലെ ഉമ്മയെ പറയേ, എന്തിനേ അകത്ത് വാ, വണ്ടി കൊടുക്കണം എൻ്റെ മനസ്സിൽ വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. അമ്മേ എവിടേക്കടി പറത്ത് പോവാ എന്നെ ഗ്രാൻഡ് കേൾക്കായിരുന്നു. ഇല്ല ഗ്രാൻഡ്മ, എനിക്ക് പഠിക്കണം, ഞാൻ കോളേജിലേക്കാണ് പോകുന്നത്, ഇന്ന് വരട്ടെ എന്ന് പറഞ്ഞ് അപ്പാ ഈ തൊള്ള എന്ന് പറഞ്ഞത് അത് വഴക്ക് പറഞ്ഞ് പോയായിരുന്നു. എല്ലാവരും കറങ്ങാൻ വീണ്ടും പോയായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കുക്ക് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു. ജങ്കുക്കിൻ്റെ വീട്ടിൽ കോൾ വന്നത്, എന്താ മോൻ പറഞ്ഞോ, എപ്പോഴാ നീ മാരേജ് കഴിക്കാൻ പോവാ, മാരേജാ, ശരി ഞാൻ മാരേജ് കഴിക്കാൻ നോക്കാം, എനിക്ക് പിടിച്ച മരുപെണ്ണ് വേണ്ട, ഞാൻ മാരേജ് കഴിക്കാം എന്ന് ജങ്കുക്ക് പറയാമായിരുന്നു. അപ്പോൾ ഫ്ലെക്സിക്കും അതേമാതിരി കോൾ വന്നു. ഫ്ലെക്സിന് മമ്മി പറയണം, എടാ എപ്പോഴാ നീ മാരേജ് കഴിക്കും, ശരി ആ ഫ്ലെക്സ് ഓർക്കായിരുന്നു. മാരേജ് പറയുമ്പോൾ നമ്മൾ സദാൻ്റെ ഓർമ്മയാണ്. ശരിമാ ഞാൻ മാരേജ് കഴിച്ചിട്ട് ഞാൻ മർമ്മോളെ വരുമ്പോൾ മർമ്മോള് കൊണ്ടുവരാ എന്ന് പറഞ്ഞ് ഫോൺ കെട്ടുക. ഫ്ലെക്സിന് മമ്മി ഡാഡിക്ക് കൺഫ്യൂസ് ആയിരുന്നു. എന്താ അവൻ പെണ്ണ് നോക്കിയോ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡാഡി പറഞ്ഞു, ശരി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അവനെ മാരേജ് കഴിച്ച് വരുമ്പോൾ കൊണ്ടുവരുന്നല്ലോ പറഞ്ഞ. ബാങ്ഷൻ പറയായിരുന്നു, എന്താ ഫ്ലെക്സിന് പറഞ്ഞേ, പെണ്ണ് കണ്ടിട്ടില്ല. വീട്ടിലെത്തന്നെ ചിരിക്കാൻ തുടങ്ങിയത്. ഞാൻ കണ്ടുപിടിച്ച് എടാ ഒരു വല്ല ആ പെണ്ണല്ലേ അവളെ തന്നെ എന്ന് പറയുന്നു. എന്നിട്ടാ ഇത്ര ടെൻഷനാവാ, അവളെന്നെ മൂക്കടിച്ച്, അവളെ ഞാൻ വേറെ ചോദിച്ചു, അവളെ മൂക്കിന് കൊടുക്കാതെ വിടാ, എന്നോട് ഇത്ര വാശി കൊടുക്കുന്നത്. ഇല്ലടാ എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടെന്ന് ഫ്ലെക്സ് പറയായിരുന്നു. ഫ്ലെക്സ് പറയുന്ന ഷോക്കായിരുന്നു ബാങ്ഷനിക്ക്. എത്തടാ ഞാൻ പറയണേ, അതെടാ ചുമ്മാ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം അവളെ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടും, വേണമെന്ന് അടുത്ത് പോയതടാ, ഇങ്ങനെ മൂക്കിലിടിക്കുമല്ലോ എനിക്കും കൂടെ അറിയില്ല എന്ന് ഫ്ലെക്സ് പറയായിരുന്നു. ഇത് കേട്ടിട്ട് എന്താ എന്ന് പറഞ്ഞ് വാങ്ങിച്ച എനിക്ക് ഷോക്കായിരുന്നു. ശരി നീ പോയോ എന്ന് പറ ഫ്ലിക്സ് ആയി
അങ്ങനെ എന്തുകൊണ്ടാണ്ട് അങ്ങനെ ഫ്ലെക്സ് പറയുന്നത് കേട്ടത് ശരിടാ എന്തിനിങ്ങനെ ടെൻഷൻ ആക്കുന്നത് ഫ്ലെക്സിനോട് ഫ്രണ്ട് കേട്ടായിരുന്നു ശരിടാ എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയാണ്. ജസനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. ശരി ഇവിടെ തന്നെ വെക്കാം എന്ന് പ്ലാൻ ഇടാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. നമ്മളെ അത് നല്ല ഉറക്കമായിരുന്നു. രാത്രി നല്ല ഉറക്കമായിരുന്നു. ആഹാ നല്ല ഉറക്കത്തിലുണ്ടായിരുന്നു. അങ്ങനെ മതിൽ കയറിയിട്ട് ചതിയിട്ട് വന്നായിരുന്നു. അങ്ങനെ നല്ല ഉറക്കത്തിൽ പ്രേയർ വെച്ചു നല്ല അവിടേക്ക് വീണ്ടും മയങ്ങി വീണു. ശരി ഇവളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അത് എന്നെ എടുത്തോണ്ട് പോയി രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെ വരുന്ന ആൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ആ രജിസ്റ്റർമാനെ വിളിച്ചായിരുന്നു. എന്താ ഉറക്കം നിൽക്ക് എണീ എന്നെ പറഞ്ഞ ആർക്ക് മണ്ടയ്ക്കൊരു അടി വെച്ചായിരുന്നു. ബാങ്ഷൻ അത് അടിച്ചായിരുന്നു. എന്ത് സാർ എന്ത് പറ്റി സാർ ഇവർക്കിടയിലൊക്കെ മാരേജ് ഓർമ്മ ഉണ്ടല്ലേ? ശരി സാർ ശരി സാർ എങ്ങനെയായിട്ട് എല്ലാം പിടിച്ചേരുന്നത് ഇങ്ങനെ ഇവിടെ സൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ് അവർ ഓർക്കായിരുന്നു. ശരി ഇവളെ കയ്യിൽ അച്ചറിയുന്നില്ലേ ഞാൻ തന്നെ ചെയ്താ എന്ന് പറഞ്ഞ് അത് എഴുതിയായിരുന്നു. അത് എഴുതിയിട്ട് സൈൻ ചെയ്തായിരുന്നു. രണ്ടുപേർക്കും മാരേജ് ആയിരുന്നു. ഇവളെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എങ്ങനെ ഉണ്ടായി ഉറങ്ങി അവിടെ അതേമാതിരി കൊണ്ടുപോയിട്ടുണ്ടാക്കിയായിരുന്നു. രാവിലെ അതാണ് ചേർന്നത്. അപ്പാ എന്തോ ഉറക്കാ ഇനി കുളിക്കാൻ പോയിരുന്നു. കുളിച്ചിട്ട് ഫ്രഷ് ഡ്രസ്സ് ഇട്ട് അവിടെ വരാം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എന്താ മോളെ കയ്യിലിത് എന്താ കയ്യിലെന്തിപ്പാ ഇത് എന്ന് പറയായിരുന്നു. അതെ കയ്യിലവിടെ അച്ചുണ്ടായിരുന്നു. കയ്യിൽ ഷാക്കായിരുന്നു. ഇതെങ്ങനെ വന്ന കയ്യിൽ തൂങ്ങിയതാ ഏതോ ഒരു മഷീൻ്റെതാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയിട്ട് പോയതായിരുന്നു. ഞാനായി കോളേജിലേക്ക് പോയിരുന്നു. കോളേജിൽ ഫ്രണ്ട്സ് പറയായിരുന്നു. അതെ അതെ എല്ലാവർക്കും പറയായിരുന്നു. അതെ അതെ അവിടെ കേട്ടോ സുമിക്ക് മാരേജായി അറിയോ നിനക്ക് എന്ന് പറയുന്നു. സുമിക്ക് മാരേജായി എനിക്ക് എന്താ ചെയ്യാ അല്ലടി സുമിക്ക് മാരേജ് കഴിച്ചതടി എന്ന് പറയായിരുന്നു. അവൾക്കും അറിയാതെ മാരേജ് നടന്നത് അവളെ ഫാമിലി പ്ലാൻ ചെയ്തായിരുന്നു. എന്നെ പറഞ്ഞവിടെ സംസാരിക്കായിരുന്നു. എന്ത് മാരേജ് അതെ അവൾക്ക് സർപ്രൈസ് കൊടുത്തതാ എന്ന് പറയായിരുന്നു. ഒരു വേള നിനക്കങ്ങനെ സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുക എന്നെ ആരാ മാരേജ് കഴിക്കൂ എന്ന് പറയായിരുന്നു. എനിക്ക് പിടിക്കാൻ മാറി ചേക്കനെ എവിടെ കണ്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ആരായിട്ട് ജങ്കുക്ക് ഹീറോയിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജങ്കുക്ക് വന്ന ഹീറോയിൻ നടന്നുകൊണ്ട് വരുമ്പോൾ പ്രപ്പോസ് ചെയ്തതിന് സോറി സാർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാതെ. അപ്പോൾ ജങ്കുക്ക് ടെൻഷനായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അത് കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ കൊണ്ട് ഹീറോയിൻ പോടാ എന്ന് പറഞ്ഞ് കണ്ടു കഥായിരുന്നു. അങ്ങനെ ഒരു ഹീറോയിൻ കണ്ടിക്കാതെ പോയായിരുന്നു.